US വെക്കേഷന് പോയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു പറ്റാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. സാൻ ഫ്രാൻസിസ്കോയിലെത്തി ഒരു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറാമെന്ന്. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കടയിൽ കയറി ഇച്ചിരി വെള്ളവും ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറിയത്. അടിപൊളി സൂപ്പർ മാർക്കറ്റായിരുന്നു കേട്ടോ. ജർമ്മനിയൊക്കെ അപേക്ഷിച്ച് US സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഭയങ്കര വലിപ്പമുള്ളതാണേ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതെന്നും നമുക്ക് ഒരു പിടിയും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആപ്പിളും ബനാനയും ഒക്കെ തപ്പി അതുവഴി ഇതുവഴിയൊക്കെ പരക്കം പാഞ്ഞു. അവസാനം സാധനം എവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. നല്ല രസമില്ലേ പഴമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ. ആപ്പിളൊക്കെ നോക്കിയപ്പോൾ നല്ല ഫ്രഷ്. വില നോക്കിയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആപ്പിളൊക്കെ എടുത്തു. പിന്നെ വെള്ളവും ജ്യൂസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ആ സെക്ഷനിലോട്ട് പോയേ. പോകുന്ന വഴിക്ക് മീനുകളും പല ടൈപ്പ് ചെമ്മീനുകളും പിന്നെ വേറെ കുറേ സീ ഫുഡും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോക്ക് ഉടനെ കോള വാങ്ങിക്കണമെന്ന് നിർബന്ധം. അങ്ങനെ ഞങ്ങൾ കോള തപ്പി കുറേ നടന്നു കേട്ടോ. ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലും ഞങ്ങൾ അവിടെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ ജ്യൂസും വെള്ളമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. ബില്ലമൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേപോലെ ഞെട്ടി. ആകെ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളേ. പിന്നെ എങ്ങനെ ഇത്രയും പൈസയായെന്ന് ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ ബില്ല് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു പൗണ്ടിന് എത്രയാ ഡോളർ എന്നാണ് ആ ഡിസ്പ്ലേയിൽ എഴുതിയിരിക്കുന്നത്. 1 കിലോ സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ ഇരട്ടിയിലധികം പൈസയായില്ലേ. അതുമാത്രമല്ല ഇതൊരു ഓർഗാനിക് സൂപ്പർ മാർക്കറ്റുമായിരുന്നു. അതുകൊണ്ടാണ് കോളയൊന്നും കിട്ടാഞ്ഞത്. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും.